ബ്രസീലിന്റെ ഫുട്ബോൾ സംസ്കാരത്തെ മാറ്റിമറിച്ച ഇതിഹാസം, 2 ലോകകപ്പ് കിരീടങ്ങളുടെ നായകൻ, ലോകം കണ്ട ഏറ്റവും മികച്ച ഡ്രിബ്ലർമാരിൽ ഒരാൾ. 1933 ഒക്ടോബർ 28 ബ്രസീലിലെ പാവു ഗ്രാൻഡയിലാണ് മാനുവൽ ഫ്രാൻസിസ്കോ ദോസ് സാന്റോസ് എന്ന ഗരിഞ്ച ജനിച്ചത്. ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശരീരം വെല്ലുവിളികളാൽ നിറഞ്ഞതായിരുന്നു. ഒരു കാൽ മറ്റേതിനേക്കാൾ ചെറുത്, 2 കാലുകളും വളഞ്ഞ നിലയിൽ. നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ കുട്ടിയാണ് പിന്നീട് ലോകത്തെ വിസ്മയിപ്പിച്ചത്. കൗമാരത്തിൽ ഫാക്ടറി തൊഴിലാളിയായിരുന്നു ഗാരിഞ്ച. ഒഴിഞ്ഞ സമയങ്ങളിലൊക്കെ പന്തുമായി കൂട്ടുകൂടി. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ അസാധാരണ പ്രതിഭ തിരിച്ചറിയപ്പെടുന്നത്. 1953 ബ്രസീലിലെ പ്രശസ്ത ക്ലബ്ബായ ബോട്ടോഫോഗോ അദ്ദേഹത്തെ സ്വന്തമാക്കി. ആ ദിവസം മുതൽ ബ്രസീലിന് ഒരു ഫുട്ബോൾ താരത്തെയല്ല, ഒരു മാന്ത്രികനെയാണ് ലഭിച്ചത്. ഗരിഞ്ചയുടെ ഡ്രിബിളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എതിരാളിയെ മറികടക്കും, വീണ്ടും അയാളുടെ അടുത്തേക്ക് തിരികെ വരും, വീണ്ടും ഡ്രിബിൾ ചെയ്യും. ഗോൾ നേടുന്നതിനേക്കാൾ ആരാധകരെ സന്തോഷിപ്പിക്കുകയായിരുന്നു ഗരിഞ്ചയുടെ സന്തോഷം. ഗരിഞ്ച ഒരു ചെറിയ കാട്ടുപക്ഷിയുടെ പേരാണ്. പിടികൊടുക്കാത്ത ആ പക്ഷിയെ പോലെ തന്നെ കളത്തിലും എതിരാളികൾക്കൊരിക്കലും പിടികൊടുക്കാത്ത താരമായിരുന്നു ഗാരിഞ്ച. ബ്രസീലുകാർക്ക് ഗാരിഞ്ച ഒരു ഫുട്ബോൾ താരമായിരുന്നില്ല, സന്തോഷത്തിന്റെ മറ്റൊരു പേരായിരുന്നു. ഫുട്ബോൾ എന്ന കവിതയുടെ അനശ്വര നായകൻ. 1953 ബൊട്ടോഫോഗോ ക്ലബിലൂടെയാണ് ഗരിഞ്ചയുടെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ബ്രസീൽ ദേശീയ ടീമിലേക്കും പിന്നീട് ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്കുമുള്ള യാത്ര. 1958 ലോകകപ്പിൽ പെലെക്കൊപ്പം ബ്രസീലിനെ ആദ്യ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച ഗാരിഞ്ച 1962 പരിക്കേറ്റ് പെലെ പുറത്തുപോയപ്പോൾ ടീമിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. ഇംഗ്ലണ്ടിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ 2 ഗോളുകൾ, ചിലിക്കെതിരായ സെമിയിൽ വീണ്ടും നിർണായക പ്രകടനം. ഒടുവിൽ തുടർച്ചയായ 2ാം ലോകകപ്പ് കിരീടം ബ്രസീലിന്. ആ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കിയും ഗാരിഞ്ച തന്റെ പ്രതിഭ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. ബ്രസീലിനായി 50 മത്സരങ്ങളിൽ ജേഴ്സി അണിഞ്ഞ ഗാരിഞ്ച 12 ഗോളുകളും നേടി. ഗാരിഞ്ച കളിച്ച മത്സരങ്ങളിൽ ബ്രസീൽ ഒരിക്കലും തോറ്റിട്ടില്ലെന്നത് ഇന്നും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കണക്കുകളിലൊന്നാണ്. കളിക്കളത്തിൽ എപ്പോഴും ചിരിച്ച മുഖമായിരുന്നെങ്കിലും വ്യക്തിജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല. 1983 ജനുവരി 20 വെറും 49ാം വയസ്സിൽ ഗാരിഞ്ച ലോകത്തോട് വിട പറഞ്ഞു. പെലെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫുട്ബോളിലെ സന്തോഷം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച മനുഷ്യനാണ് ഗാരിഞ്ച. ഇന്നും ഏറ്റവും മികച്ച ഡ്രിബിളുകളെ കുറിച്ച് ഒരു ചർച്ച തുടങ്ങിയാൽ ഗാരിഞ്ചയുടെ പേര് അവിടെ ഉണ്ടാകും. കാരണം അദ്ദേഹം ഫുട്ബോൾ കളിച്ചിരുന്നില്ല, ഫുട്ബോളിനെ ഒരു കവിതയാക്കി മാറ്റുകയായിരുന്നു എന്ന്. ഫിഫയുടെ 20ാം നൂറ്റാണ്ടിലെ മികച്ച താരങ്ങളുടെ പട്ടികയിലും വേൾഡ് സോക്കറിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ പട്ടികയിലും ഗരിഞ്ചയ്ക്ക് സ്ഥാനമുണ്ട്. ബ്രസീലിൽ ഇന്നും ഗരിഞ്ച ഒരു ഫുട്ബോൾ താരമല്ല, ജനങ്ങളുടെ സന്തോഷത്തിന്റെ പ്രതീകമാണ്. വളഞ്ഞ കാലുകൾ കൊണ്ട് ജനിച്ച മനുഷ്യൻ ലോക ഫുട്ബോളിന്റെ ചരിത്രം നേരെ എഴുതി. ഫുട്ബോൾ ജയിക്കാൻ മാത്രമല്ല, ആസ്വദിക്കാനും കളിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഇതിഹാസത്തിന്റെ പേരാണ് മാനുവൽ ഫ്രാൻസിസ്കോ ദോസ് സാന്റോസ് എന്ന ഗാരിഞ്ച. സ്പോർട്സ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.